ഹലോ, അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ ട്രൈപോഡ് തൃശ്ശൂർ വെച്ച് എടുക്കാൻ മറന്നു, അതുകൊണ്ട് കൈ വെച്ചാട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു സ്റ്റെബിലിറ്റിയുടെ പ്രശ്നമൊക്കെ വരും. എന്തായാലും നമുക്ക് വീഡിയോ എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീക്കെൻഡ് ആയിട്ടുണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ നേരെ തൃശ്ശൂരാണല്ലോ പോകുന്നത്. സോ നമ്മൾ ഇന്ന് തൃശ്ശൂർ പോകുന്നുണ്ട്. സാധാരണ ഞാൻ പോകുന്നത് 12:15 കേരള എക്സ്പ്രസ് ട്രെയിനിനാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് 3 മണിക്കുള്ള ചെന്നൈ മെയിൽ ട്രെയിനിലാട്ടോ നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒന്നും പ്ലാൻഡ് അല്ല. വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പ്ലാൻഡ് അല്ല. നമുക്ക് സ്പോട്ടിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇത്. സോ നമുക്ക് 3 മണിക്കുള്ള ട്രെയിനിന് പോകണം. അതിന് മുന്നേ ഞാനിപ്പോൾ മ്യൂസിയത്താട്ടോ നിൽക്കുന്നത്. ഇവിടെ എല്ലാ ചെടിയിലും ഒത്തിരി പൂക്കളോടുകൂടി ഭയങ്കര ഭംഗിയിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭംഗിയുള്ള കാഴ്ച കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ആട്ടോ ഇവിടുത്തെ ചെടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല ഭംഗി. എൻ്റെ ബാക്കിലാട്ടോ ഈ ചെടികളെല്ലാം നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറ് ചെമ്പരത്തി മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. അത് മൊട്ടിട്ടിട്ടേ ഉള്ളൂ, പൂ പൂത്തിട്ടില്ല. പൂ പൂക്കുമ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാനുള്ളത്. സോ നമുക്ക് പോകുന്നതിൻ്റെയും അവിടത്തേക്ക് വിശേഷങ്ങളൊക്കെ കണ്ടു തുടങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി പയ്യെ പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു 3 മണിക്കാണ് നമ്മുടെ ട്രെയിന്. നമുക്കൊരു 2:45 ആകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി. ഇവിടെ നിന്ന് തൊട്ടടുത്താട്ടോ റെയിൽവേ സ്റ്റേഷൻ. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പയ്യെ ഇറങ്ങാം. അങ്ങനെ 5 മണിക്കൂറത്തെ തിരക്കിട്ട യാത്രയ്ക്കൊടുവിൽ ഞാൻ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാട്ടോ. കാരണം എനിക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിലാണ് കയറിയത്. ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞാൻ എല്ലാ വട്ടത്തെയും പോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക്ക് എത്ര എടുത്താലും മതിയാവത്തില്ല. അങ്ങനെ ഞാനൊരു ലിപ്സ്റ്റിക്കും കൂടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ളൊരു കടയിൽ തന്നെ ആട്ടോ കയറിയത്. നല്ലൊരു സർബത്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. സോ നമ്മളിന്ന് ചിക്കൻ ഫ്രൈഡ് റൈസ് ആട്ടോ കഴിക്കാനായിട്ട് പോകുന്നത്. കൂടെ ചിക്കൻ 65 ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ നേരെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ട്രെയിനിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ദിവസം ട്രാവൽ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു തിരക്ക് ഞാൻ കാണുന്നത്. കാല് കുത്താനുള്ള സ്പേസ് ആ ട്രെയിനിലില്ലായിരുന്നു. പക്ഷെ എങ്ങനെയോ കഷ്ടപ്പെട്ട് എനിക്ക് സീറ്റ് കിട്ടി. ആക്ച്വലി ഞാൻ ഇത് ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. പക്ഷെ ഞാനൊരു 2 മണിക്ക് എത്തിയിട്ട് പോലും ഭയങ്കര തിരക്കും, സീറ്റ് ഫില്ലായിട്ടിരിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരു സീറ്റ് ഞാൻ ഒപ്പിച്ചിരുന്നു. 6 മണിക്കൂറുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെക്കേഷൻ കഴിഞ്ഞിട്ട് എല്ലാ പേരും ജോലിക്കൊക്കെ കയറുന്ന സമയമായതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക് വന്നത്. എന്തായാലും നല്ല തിരക്കായിരുന്നു. ഒരുവിധം നമ്മൾ തൃശ്ശൂർ എത്തി, ഫുഡൊക്കെ കഴിച്ചു. എനിക്കൊരു ജീൻസ് പാൻറ്റ് വാങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ അതും വാങ്ങാനായിട്ട് പറ്റി. വീട്ടിലൊക്കെ എത്തി. ഇനി ഒന്ന് ഉറങ്ങണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് നാളെ കാണാം. ഭയങ്കര ടയേർഡായിട്ടിരിക്കാം കേട്ടോ. ഞാനൊന്ന് ഉറങ്ങിയിട്ട് നാളെ ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാം. ഹലോ
ഗുഡ് മോർണിംഗ്. അങ്ങനെ പുതിയൊരു ദിവസമായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. നമുക്കിന്ന് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ദോശയും അതുപോലെ തന്നെ ചമ്മന്തിക്കറി കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുണ്ടാക്കിയ സ്ഥിതിക്ക് നമുക്കിനി ഒരു കോഫി ഇവിടെ ഇടാം. കോഫി ഇടുന്നതിൻ്റെ ഒരു ക്ലിപ്പിങ്ങാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് ശേഷം എന്താണെന്ന് ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യണം, എന്ത് ചെയ്താലും ഞാൻ അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് വരുന്നത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കാണിച്ചു പോവാം. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ കുളിച്ച് റെഡിയായി പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ആദ്യം പോകാനായിട്ട് പ്ലാൻ ചെയ്തത് ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലോട്ടോ. പക്ഷേ പിന്നെ ഓർത്തത് ഞാനും മ്യൂസിയത്തിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ, തിങ്കളാഴ്ച മ്യൂസിയം ലീവാണല്ലോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ തൃശ്ശൂർ പുതിയൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ആനിമൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതും ഇനി തിങ്കളാഴ്ച ആയതുകൊണ്ട് മുടക്കാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സ്പോട്ട് ഇൻസ്റ്റൻ്റായിട്ട് സെലക്ട് ചെയ്ത് പോകാം കേട്ടോ. എന്തായാലും ഞാൻ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു ജീൻസ് പാൻറ്റും ടോപ്പുമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇറങ്ങാൻ നേരത്തെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഉച്ചയാകാറായി, ഇനി ഫുഡ് കഴിക്കണം, പോകണം. അപ്പോൾ പോകുന്നതിൻ്റെയും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു തുടങ്ങാം. കുറച്ച് നേരം ഞാനും ചേട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചിരുന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി കൂടുതൽ ഇവിടെ ഇരുന്നാൽ ചിന്തിച്ച് ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കാറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരു കടയിലിറങ്ങി ഞങ്ങളൊരു പെപ്സി കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ അവസാനം ഫൈനലി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലൈഫിൽ ഒത്തിരി സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് തന്നെ പോകാമെന്ന്. അതാട്ടോ ഈ ഒരു സ്ഥലം. ഇത് നെല്ലായിലാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ പുതിയ ജിമ്മിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലം കേട്ടോ. അടുത്ത മാസം കൊണ്ട് ഞങ്ങളുടെ ഈ ഒരു വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ജിമ്മ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലോട്ടാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ചേട്ടൻ ഇവിടെ നടക്കുന്ന വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. ഞാനതൊക്കെ കേട്ട് കുറേ നേരം നടന്നതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഇനി പോകുന്ന വഴിക്ക് ഒരു നെയ്പ്പത്തിരി കൂടെ കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നെയ്പ്പത്തിരി എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം ടേക്ക് അവേ കൗണ്ടറിൽ നിന്നും ചിക്കൻ കൊണ്ടാട്ടവും അതുപോലെ തന്നെ മീൻകറിയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു റേഡിയോ കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 1 year വാറണ്ടി വരുന്ന ഒരു അടിപൊളി റേഡിയോ കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് എത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങളൊരു സിനിമയ്ക്ക് വന്നിക്കാം. അങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഉച്ച ഒരു 3, 3:30, 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയിട്ടാട്ടോ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചത്. ഇവിടെ വെജിറ്റേറിയൻ കറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ചിക്കനും മീൻ കറിയൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. അങ്ങനെ അതൊക്കെ കൂടെ കഴിച്ചു. അതിനുശേഷം ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വേറെ ഒരിടവും പോയില്ല. കാരണം ഞങ്ങൾക്ക് ഇന്ന് ശക്തൻ തമ്പുരാനിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് തിങ്കളാഴ്ചയാണല്ലോ, അതുകൊണ്ട് മ്യൂസിയമൊക്കെ ലീവാണ്. സോ നമ്മൾ ചിലപ്പോൾ നാളത്തെ ഒരു ദിവസം പോകുമായിരിക്കും, അറിയത്തില്ല, അത് ഉറപ്പില്ല. പിന്നെ നമ്മുടെ പുതിയ ജിമ്മിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ഥലം കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു 9:20 ഷോയ്ക്ക് നമ്മൾ നിവിൻ പോളിയുടെ ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് രാത്രി പോകുന്നുണ്ട്. എല്ലാ പേരും സിനിമ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുറേ പേര് കൊള്ളാമെന്ന് പറയുന്ന സിനിമ മാത്രമേ ഞാൻ കാണാറുള്ളൂ. അതുകൊണ്ടാണ് മെയിനായിട്ട് ആ ഒരു സിനിമയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വൈകിട്ട് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. എന്തായാലും സിനിമയ്ക്ക് പോകുന്നതിൻ്റെ വിശേഷങ്ങളും സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ അഭിപ്രായമൊക്കെ നമുക്ക് കാണാം. ഹലോ. അങ്ങനെ സിനിമയ്ക്കൊക്കെ പോയിട്ട് നല്ല വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു, കിടന്നുറങ്ങി. അങ്ങനെ ഈ ആഴ്ചയും കഴിഞ്ഞു. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് കൊള്ളാം. അപ്പോൾ അതൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ആഴ്ച എൻ്റെ വീഡിയോയിൽ വലിയ കണ്ടന്റ് ഒന്നും കാണത്തില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് കണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഈ ഒരാഴ്ചത്തെ സന്തോഷകരമായിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. ബാക്കി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. തായ്ലാൻഡ് പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞാൽ എനിക്ക് വീഡിയോ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സാധിക്കും. സോ
അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത ആഴ്ച പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.